യോശുവ 15-ാം അധ്യായം. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർനേയയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാറിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത് ഹൊഗ്ലയിലേക്ക് കയറി ബേത് അരാബായുടെ വടക്കുകൂടി കടന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ല് വരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദെബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്ക് വശത്തുള്ള അതുമ്മീൻ കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷേമേഷ് വെള്ളത്തിങ്കലേക്ക് കടന്ന് ഏൻ റോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരുശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിര്യത്ത് യെയാരീം എന്ന ബാലായിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സേയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യെയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത് ഷെമേഷിലേക്ക് ഇറങ്ങി തിപ്നായിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന്റെ പേർ മുൻപേ കിര്യത്ത് സേഫർ എന്നായിരുന്നു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നീരുറവുകളെയും കൂടെ എനിക്ക് തരേണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിന്റെ അതിർക്കരികെ തെക്കേ അറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ: കെബ്സേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദേശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലേം, ബെയാലോത്ത്, ഹാസോർ, ഹദദ്ദ, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹെസ്രോൻ, അമാം, ഷെമ, മോലാദ, ഹസർ ഗദ്ദ, ഹെഷ്മോൻ, ബേത് പേലെത്ത്, ഹസർ ഷൂവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഈയിം, ഏസേം, എൽത്തോലത്ത്,
കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലെബായോത്ത് ഷിൽഹീം, ആയിൻ, റിമ്മോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സൊര, അശ്ന, സനോഹ, ഏൻഗന്നീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഖോ, അസേക്ക, ഷാരയും, അദീഥയും, ഗേദര, ഗേദേരോദയും, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽ ഗാദ്, ദിലാൻ, മിസ്പ, യൊക്തയേൽ, ലാഖീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബ്ബോൻ, ലഹ്മാസ്, കിത്ലീഷ്, ഗേദെരോത്ത്, ബേത് ദാഗോൻ, നാമ, മക്കീദ, ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, ഏദർ, ആശാൻ, ഇബ്താഹ്, അഷ്ന, നസീബ്, കെയില, അക്ലീബ്, മാരേഷ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവയൊക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഗസ്സായും മിസ്രയീം തോടുവരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യദ്ദീർ, സോഖോ, ദന്ന, ദെബീർ എന്ന കിര്യത്ത് സന്ന, അനാബ്, എസ്തെമോ, ആനീം, ഗോശൻ, ഹോലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, ഏശാൻ, യാനീം, ബേത് തപ്പൂഹ, അഭേക്ക, ഹുംദ, ഹെബ്രോൻ എന്ന കിര്യത്ത് അർബ, സിയോർ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂത, ഇസ്രയേൽ, യോക്ദയാം, സാനോഹ, കയീൻ, ഗിബെയ, തിമ്ന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബേത്സൂർ, ഗെദോർ, മാരാത്ത്, ബേത് അനോത്ത്, എൽതെക്കോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാൽ, റബ്ബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് അറാബ, മിദ്ദീൻ, സെഖാഗ, നിബ്ഷാൻ, ഈർ ഹമേലഹ്, ഏൻ ഗെദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു.